ഇപ്പോൾ പലപ്പോഴും പലരും പറയാറുള്ളത് ഒരു BJP ഒരു ഹിന്ദു പാർട്ടിയാണ്. ഹിന്ദു പാർട്ടിയിലേക്ക് ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന ഈയാമ്പാറ്റയെ പോലെ ആളുകളെ ആകർഷിക്കും. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രയാസമെന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ 2 കൊല്ലത്തെ BJP അനുഭവം അങ്ങനെ വേണ്ടായിരുന്നു എന്ന് തോന്നലിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ? വളരെ കൃത്യമായി പറഞ്ഞാൽ 25 മാസവും 5 ദിവസവുമായി ഞാൻ BJPയുടെ ഭാഗമായിട്ട്. കഴിഞ്ഞ 16 വയസ്സ് മുതലെങ്കിലും സജീവ രാഷ്ട്രീയത്തിൽ ഉള്ള ഒരാളാണ്. എൻ്റെ ഈ 27 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ 25 വർഷവും എൻ്റെ മനസ്സിനൊത്തല്ല ഞാൻ പ്രവർത്തിച്ചു. പല പ്രസ്താവനയും എഴുതി വെച്ചിട്ട് കീറിക്കളയേണ്ടി വന്നിട്ടുണ്ട് 1000 പ്രാവശ്യം. അത് പല വിഷയങ്ങളിൽ. പക്ഷേ ഇന്ന് എനിക്ക് അങ്ങനെയല്ല. എൻ്റെ മനസ്സിനൊത്ത് നിന്ന് എനിക്ക് പ്രവർത്തിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം അത് BJPയും RSSും എനിക്ക് നൽകുന്നു. അതാണ് എൻ്റെ കോൺഫിഡൻസ്. 2 വർഷം മുമ്പ് ഷോൺ ജോർജ് ആരായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയിൽ ഷോൺ ജോർജ് എത്രമാത്രം പൊതുസമൂഹത്തിൽ എത്രയോ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതെല്ലാം എൻ്റെ പാർട്ടി എനിക്ക് നൽകിയിട്ടുള്ള വലിയ സ്പേസ് അല്ലേ. ഈ പറയുന്ന ആദ്യത്തെ ചോദ്യം തന്നെ ഒരു കുപ്രചരണമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഷോൺ ജോർജ്. ക്രിസ്ത്യാനിയായ ഷോൺ ജോർജ് വെറും ഒരു നാമമാത്രം ക്രിസ്ത്യാനിയല്ല, പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനിയാണ്. കൃത്യമായി വിശ്വാസമുള്ള ക്രിസ്ത്യാനികാരനായ ക്രിസ്ത്യാനി. അതെ. ആ ഒരാൾക്ക് എങ്ങനെയാണ് BJP പോലൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്? എൻ്റെ വിശ്വാസങ്ങൾക്ക് എന്തെങ്കിലും ഒരു തടസ്സം എൻ്റെ പാർട്ടി പറയുന്നിടത്തല്ലേ എനിക്കങ്ങനെ പ്രശ്നം ഉണ്ടാവുള്ളൂ. എൻ്റെ വിശ്വാസങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം BJP മാത്രമല്ല. BJPയെക്കുറിച്ച് അത്ര വലിയ RSSനെ കുറിച്ചാണല്ലോ ഇപ്പോൾ പറയുന്ന ഒരു ആരോപണം നിൽക്കുന്നത്. എൻ്റെ വിശ്വാസങ്ങൾക്ക് എനിക്ക് ഏറ്റവും ബഹുമാനം കിട്ടിയിട്ടുള്ള RSS എന്നാണ്. അവരൊരിക്കലും അത് ഈ ക്രിസ്ത്യൻ മാത്രമല്ല, അവർ മുസ്ലിം വിശ്വാസത്തിനെതിരല്ല. ഒറ്റ കണ്ടീഷനുള്ളൂ, രാജ്യവിരുദ്ധമാകാൻ പാടില്ല. ഏത് വിശ്വാസങ്ങൾ, ഒരു വിശ്വാസം മറ്റൊരു വിശ്വാസത്തിൻ്റെ അവകാശങ്ങളെയും കനിക്കാൻ പാടില്ല. ഈ 2 കാര്യങ്ങൾ RSS പറയുള്ളൂ. വിശ്വാസികളെ എല്ലാം, അത് മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ആ വിശ്വാസങ്ങളെല്ലാം സ്വീകരിക്കുന്നവരാണ് RSSൻ്റെ ഒരു നയം. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം കഴിഞ്ഞ ദിവസം നമ്മുടെ കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഇവിടെ പറയാൻ പാടില്ലെങ്കിൽ പോലും ഞാനത് പറയേണ്ട ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് CK പപ്പേട്ടൻ അമിത്ഷാജിയുടെ ഒരു ചോദ്യം ചോദിച്ചു. അമിത്ഷാജി, നമ്മളെ എല്ലാവരും ഈ മുസ്ലിം വിരോധികളായിട്ടാണല്ലോ വെക്കുന്നത്. നമ്മളിപ്പോഴും ഒരു മുസ്ലിം വിരോധ പാർട്ടിയാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. എന്താ ചെയ്യുക? അതിനെന്താ നമ്മൾ മറുപടി പറയേണ്ടത്? അമിത്ഷാജി ഒറ്റ സെക്കൻഡിൽ പറഞ്ഞു, ഞാൻ എഗ്രി ചെയ്യുന്നു, അങ്ങനെയാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ നിലപാട് എന്താണെന്ന് ജനങ്ങളോട് പറയും, ജനങ്ങൾക്ക് അത് മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, an appeasement to a community is an injustice to another community. ഒരു മതവിഭാഗത്തോട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഭരണകൂടമോ പ്രീണനം കാണിച്ചാൽ അത് മറ്റൊരു മതവിഭാഗത്തോടുള്ള അനീതിയാണ്. അതിനെ BJP എന്നും എതിർക്കും. കഴിഞ്ഞ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏറ്റവും അധികം നടന്നു വന്നതാണ്. അത് BJP എതിർത്തതുണ്ട്. ആ എതിർപ്പിനെ മുസ്ലിം വിരുദ്ധതയായി അവർ ചിത്രീകരിക്കട്ടെ, നമുക്കൊന്നും ചെയ്യാനില്ല. നാളെ ഇത് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം ഹൈന്ദവ സമുദായം, ആ ഹൈന്ദവ സമുദായമോ ക്രിസ്ത്യൻ സമുദായമോ നാളെ മുസ്ലിമിനെതിരെ ഇത് ചെയ്താലും BJP അത് തെറ്റാണെന്ന് പറയും. അതാണ് BJPയുടെ നയം.